ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് എന്നാണ് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഫൈനൽ ഗുഡ്സ്, അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ട, എന്താണ് ഫൈനൽ ഗുഡ്സ് എന്നുള്ളത്. അപ്പോൾ നോക്കാം. ഫൈനൽ ഗുഡ്സ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഗുഡ്സിനെ കേട്ടോ, അങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിനെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തുകൊണ്ട് നമ്മൾ നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷനിൽ നമ്മൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞു എന്നുള്ളത്. നോക്കാം, രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് ഉൽപാദനത്തിലൂടെ നമ്മൾ എന്താണ് കൊണ്ടുവരുന്ന ഗുഡ്സ് രണ്ട് തരമാണ് പ്രധാനം. അതിന്റെ പർപ്പസ് അനുസരിച്ച് പ്രധാനമായി രണ്ട് തരമാണ്. ഫസ്റ്റ് വൺ ഈസ് ഫൈനൽ ഗുഡ്സ് അഥവാ ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതാണ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞത്. സെക്കൻഡ് വൺ ഈസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ഇങ്ങനെ പേര് കൊടുത്ത് നമ്മൾ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയുന്ന ചെറിയ ഒരു കാര്യമാണ്. അപ്പൊ നോക്കാം, എന്താണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കാം, നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഒരു പെൻ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? അതെന്താണ്, നമ്മൾ റെഡി ടു യൂസ്, നമുക്ക് ഡയറക്റ്റ് അതങ്ങ് യൂസ് ചെയ്യാം. അതിന് പിന്നെ എന്താണ് രൂപമാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല, ഉണ്ടോ? ഇല്ല, നമ്മളത് ഡയറക്റ്റ്ലി അങ്ങ് കൺസ്യൂം ചെയ്യുവാണ്. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. പെന്നാണെങ്കിൽ നമ്മൾ അപ്പോഴേ എഴുതുന്നു, ബിസ്ക്കറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നു, ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ അത് എന്ത് ചെയ്യാം, ധരിക്കാം. അതിന് പിന്നെ രൂപമാറ്റത്തിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലേ? അപ്പൊ അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനൽ ഗുഡ്സ്. അപ്പോൾ ഫൈനൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ റെഡി ടു യൂസ്, അല്ലെങ്കിൽ വിച്ച് ആർ കൺസ്യൂംഡ് ഫോർ എന്താണ് ഫൈനൽ യൂസ്. ഫൈനൽ യൂസിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെ എന്തെന്ന് പറയാം, ഫൈനൽ ഗുഡ്സ് അഥവാ ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പൊ ഈ ഗുഡ്സ് പിന്നീട് എന്താണ് രൂപമാറ്റത്തിലേക്കൊന്നും പോകുന്നില്ല, ഡയറക്ട്ലി നമ്മൾ കൺസ്യൂം ചെയ്യുവാണ്, അല്ലേ? നോട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ. വീണ്ടും വീണ്ടും മറ്റെന്തെങ്കിലും ഒരു ഉൽപാദനത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഡയറക്ട്ലി അതൊന്ന് കൺസ്യൂം ചെയ്യുവാണ്, അല്ലേ? ഇനി കൂടുതൽ എക്സാമ്പിൾസിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഫോൺ വാങ്ങി, TV വാങ്ങി, അല്ലെങ്കിൽ പുതിയ ബാഗ് വാങ്ങി, ഇതൊക്കെ പിന്നെ വേറെ ഒരു ആവശ്യത്തിനല്ല, ഡയറക്ട്ലി നമുക്ക് അതിന്റെ പർപ്പസ് എന്താണോ അതിലേക്ക് നമുക്ക് പോവാം, അല്ലേ? അങ്ങനെയുള്ള ഗുഡ്സിനെ നമ്മൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നു, അഥവാ ഫിനിഷ്ഡ് ഗുഡ്സ്. നെക്സ്റ്റ് നോക്കിയേ, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? മീഡിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, മധ്യവർത്തിയായിട്ട്, മീഡിയേറ്റർ ആയിട്ട്. അതുപോലെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ നമുക്ക് എളുപ്പത്തിൽ പറയാന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹൗ ക്യാൻ യു ഡിഫൈൻ പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻപുട്ട് മീൻസ് എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൈസ് ഫ്ലോർ, അല്ലേ? അരിപ്പൊടി എന്താണ്, നമുക്ക് എന്താണ് അത് ഉപയോഗിച്ചാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻപുട്ടാണ്. ആ ഇൻപുട്ട് ഉപയോഗിച്ച് അതിനകത്ത് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ്, തേങ്ങയും ഉപ്പും വെള്ളവും ഒക്കെ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചേർത്ത് അതിനെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് ഇത് പുട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടുത്തെ ആ പ്രൊഡക്ഷനിൽ എന്താണ്, ആ പ്രൊഡക്ഷനിലെ ഇൻപുട്സ് ആണ് ഞാൻ ഈ പറഞ്ഞതല്ല, അവിടുത്തെ ഔട്ട്പുട്ടാണ് എന്ത്, പുട്ട്, അല്ലേ? അപ്പൊ ഇതുപോലെ എല്ലാ മേഖലയിലും അപ്പൊ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷൻ ഫീൽഡിൽ, അല്ലേ? ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണ്, നിങ്ങൾ അത്രയും ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഔട്ട്പുട്ട്. ഞങ്ങൾ എന്താണ്, ഞങ്ങളൊരു ഇൻപുട്ടാണ്. ഇവിടുത്തെ ഈ പറഞ്ഞ എന്താണ്, ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ബോർഡ്, ഡെസ്ക്, ബെഞ്ച്, ഇതെല്ലാം എന്താണ്, ഇൻപുട്സ് ആണ്. അപ്പൊ നിങ്ങൾ ബെസ്റ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കുക എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ഔട്ട്പുട്ട്. ആ ഇൻപുട്ട് നൽകിക്കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് ആക്കി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ. മനസ്സിലായോ? അപ്പൊ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുന്ന റോ മെറ്റീരിയൽസിനെ, അല്ലെ, എന്താണ്, ഗുഡ്സ് വിച്ച് ആക്ട് ആസ് എൻ ഇൻപുട്ട് ഫോർ അതർ ഗുഡ്സ്, മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഇൻപുട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന ഗുഡ്സിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇപ്പൊ വീറ്റ് പൗഡർ പറയാം, റൈസ് പൗഡർ പറയാം, പിന്നെ സാൾട്ട്, ഷുഗർ, അതൊക്കെ ഫുഡ് ഐറ്റംസ്. ഇനി വേറെ ഇൻപുട്സ് എന്തൊക്കെയാണ്? സിമെന്റ്, അല്ലെ? സിമെന്റ് എന്താണ്? അപ്പൊ നിങ്ങൾ ചോദിക്കും, സിമെന്റ് ഫാക്ടറിയിൽ അല്ലെങ്കിൽ സിമെന്റ് പ്രൊഡ്യൂസിങ് ഇൻഡസ്ട്രിയിലെ ഫൈനൽ ഗുഡ് അല്ലെങ്കിൽ എന്താണ് ആ സിമെന്റ്? അപ്പൊ പിന്നെ സിമെന്റ് എങ്ങനെയാണ് റോ മെറ്റീരിയൽ ആവുന്നത്? അത് കറക്റ്റ് ആണ്. സിമെന്റ് ഇൻഡസ്ട്രിയിലെ ഫൈനൽ പ്രോഡക്റ്റ്, അവിടുത്തെ കെമിക്കലുകളെല്ലാം മിക്സ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ് സിമെന്റ് ആണ്. അതുപോലെ പക്ഷെ ഈ സിമെന്റ് ആണ് നമ്മൾ അടുത്ത ബിൽഡിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അത് അവിടെ എത്തുമ്പോൾ എന്തായി മാറും? റോ മെറ്റീരിയൽ ആയി മാറും. ബ്രിക്സ്, അല്ലേ? പിന്നെ സാൻഡ്സ്, ഇപ്പൊ നമുക്കൊരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, അപ്പൊ ഇതെല്ലാം അതിന്റെ റോ മെറ്റീരിയൽസ് ആണ്. ഫൈനലി അത് ഔട്ട്പുട്ട് ആക്കി ബിൽഡിംഗ് ആക്കി നമ്മൾ മാറ്റുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താണ്, അപ്പൊ അതേപോലെ തന്നെ ടയർ,
എന്താണ് വാഹനങ്ങൾക്ക് വേണ്ട അതിൻ്റെ എക്യുപ്മെന്റ്സ് എല്ലാം, ടയർ ഉൾപ്പെടെ മറ്റുള്ള പാർട്സ് എല്ലാം അല്ലേ, അതിനെല്ലാം നമ്മൾ ഫൈനലി എന്താണ് ഫിനിഷ് ആക്കി എടുക്കുമ്പോഴാണ് ഒരു കാറായി മാറുന്നത്. അപ്പം അതിന് വേണ്ട ഇൻപുട്സ് മീൻസ് റോ മെറ്റീരിയൽസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അനദർ ഗുഡ്. മറ്റ് ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസ് മനസ്സിലായല്ലോ, ഇനി കൂടുതൽ പറയണം. അപ്പോൾ അത് നമുക്ക് നോട്ട് റെഡി ടു യൂസ്, ഡയറക്റ്റ്ലി നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്റ്റ്ലി നമ്മൾ വാങ്ങുന്നു, പക്ഷെ നമുക്ക് റെഡി ടു യൂസ് അല്ല, അതിനെ ഫർദർ നമ്മൾ പ്രോസസ്സ് ചെയ്യണം അല്ലേ. നമ്മൾ പാല് വാങ്ങിയിട്ട് വന്നു, ഡയറക്റ്റ് അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനെ എന്ത് ചെയ്യണം, അത് നമ്മൾ ഏത് പ്രോസസ്സിലോട്ടാണ്, അപ്പോൾ എന്തുണ്ടാക്കാനാണ് അതിനനുസരിച്ച് അതിനെ മോൾഡ് ചെയ്തെടുക്കണം ആണല്ലോ. അപ്പോൾ അങ്ങനെ ഫർദർ പ്രോസസ്സിന് വിധേയമാകുന്ന മറ്റ് ഔട്ട്പുട്ടിലേക്ക് എത്തുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടി വരുന്ന ഐറ്റത്തിനെല്ലാം നമ്മൾ എന്ത് പറയുന്നു, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഗുഡ്സ് എന്താണ്, പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിൽ നമ്മൾ പറയണം ഗുഡ്സ് എന്ത് രണ്ട് തരം, ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്റ് ഗുഡ്സും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യുന്നില്ല, നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഏതിനെയാണ് എടുക്കുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സിനാണ്. അതാണ് നമ്മൾ എടുത്ത ഡെഫിനിഷനിൽ മെൻഷൻ ചെയ്യുന്ന കാര്യം. എന്താണ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പുട്ടുപൊടി, അത് വെച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രാജ്യത്തുള്ള മൊത്തം ഉൽപ്പാദന മേഖലയിലെയും കണക്കെടുത്ത് ദേശീയ വരുമാനം കണ്ടെത്താം. അതിനൊരു പേരും പറഞ്ഞു പ്രോഡക്റ്റ് മെത്തേഡ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ്, റൈസ് എന്താണ് ഒരു രാജ്യത്ത് എത്രത്തോളം പ്രൈമറി സെക്ടറിൽ നടന്ന പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ റൈസിന്റെ മൊത്തം കണക്കെടുത്ത് അല്ലെങ്കിൽ അതൊരു മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് അതിന്റെ പൗഡർ അതിന്റെ കണക്ക് ആദ്യം രേഖപ്പെടുത്തി ഉൽപ്പാദന മേഖല എന്താണ് പ്രൈമറി സെക്ടറിൽ ഇത്ര അളവ് എന്താണ് റൈസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ആണോ. ഈ റൈസിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അതെന്താ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയി അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചേക്കുമ്പോൾ ആ ഫുഡ് ഐറ്റംസ് ഫൈനൽ ഗുഡാണ്. അപ്പോൾ അത് വീണ്ടും കൺസിഡർ ചെയ്യണം ആ പാക്കറ്റിൽ ഇരിക്കുന്ന ആ പ്രോഡക്റ്റ് നമ്മൾ വെച്ച് മുറുക്കോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അവിടെ എന്താണ് ഒരേ സാധനം തന്നെ രണ്ട് വട്ടം നമ്മൾ എന്ത് ചെയ്യുന്നു കണക്കിൽ പെടുത്തുന്നു. അപ്പോൾ എന്താണ് അവിടെ മിസ്റ്റേക്ക് അറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫൈനൽ ഗുഡ് എടുത്താൽ അതിനകത്തുനിന്ന് നമ്മൾ ഇന്റർമീഡിയറ്റ് ഈ പറഞ്ഞ റൈസും റൈസ് ഫ്ലോറും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫൈനൽ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യാറുണ്ട്, ഇന്റർമീഡിയറ്റിന്റെ ഒക്കെ മൂല്യം കുറയ്ക്കാറുണ്ട്. കാര്യം ഓൾറെഡി നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫൈനൽ ഗുഡ്സ് എന്ന് മാത്രം പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, നോക്കുക ഇനി അടുത്തത് ഈ ഫൈനൽ ഗുഡ്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കുക, കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും. എന്താണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺസംഷൻ? ഞാൻ പറഞ്ഞു സാധനങ്ങൾ വാങ്ങുകയും വാങ്ങുന്ന അല്ലെങ്കിൽ എന്താണ് പ്രോസസ് ഓഫ് പർച്ചേസിംഗ് ഓർ ബൈയിങ് ഗുഡ്സ് ആർ നോൺ ആസ് കൺസംഷൻ. ദ പേഴ്സൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ കൺസംഷൻ ആക്ടിവിറ്റീസ് നോൺ ആസ് കൺസ്യൂമർ. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസ്യൂമർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ എന്താണ് പർച്ചേസ്ഡ് ബൈ ദ കൺസ്യൂമർ. കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിച്ച് ആർ റെഡി ഫോർ കൺസംഷന് തയ്യാറായി നമ്മളൊരു ഷോപ്പിൽ മാർക്കറ്റിൽ എവിടെയാണോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന നമുക്ക് ചെന്ന് ക്യാഷ് കൊടുത്താൽ വാങ്ങാൻ പറ്റുന്ന ഗുഡ്സിനെല്ലാം നമുക്ക് എന്ത് പറയാം, കൺസംഷൻ ഗുഡ്സ് എന്ന് പറയാം. അതിന്റെ പ്രത്യേകത എന്താണ്, കൺസംഷൻ ഗുഡ്സിന്റെ പ്രത്യേകത എന്താണ്, വിച്ച് ആർ നോട്ട് എന്താണ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് എനി അതർ ഗുഡ്സ് ഓർ എന്താണ് സം അതർ പ്രൊഡക്ഷൻ പ്രോസസ്. ഇതെന്താണ് ഡയറക്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുകയാണ്, വീണ്ടും മറ്റെന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ അതേ ഫീച്ചർ തന്നെയാണ് ഇവിടെ പറയുന്നത്. മറ്റെന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഇത് ഉപയോഗിക്കുന്നില്ല. ഇതെന്താണ് ഡയറക്ട്ലി നമ്മളിന്ന് കൺസ്യൂം ചെയ്യുവാണ്. അപ്പൊ എന്താണ് കൺസംഷൻ ഗുഡ്സ് അഥവാ കൺസ്യൂമർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ എന്താണ് യൂസ്ഡ് ബൈ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ വിച്ച് ആർ ഡയറക്ട്ലി കൺസ്യൂംഡ്. ദോസ് ഗുഡ്സ് വിച്ച് ആർ ഡയറക്ട്ലി കൺസ്യൂംഡ് അല്ലേ. പിന്നെ അതിന് ഫർദർ എന്താണ് ഒരു രൂപമാറ്റത്തിന്റെ ആവശ്യമൊന്നുമില്ല. which are not again and again involved in the production process or not used by the production of any other goods. മറ്റ് സാധനങ്ങളുടെ ഉപയോഗത്തിനോ വീണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും നിർമ്മിക്കാനോ ഉപയോഗിക്കുന്നില്ല, കൺസ്യൂമർ ഗുഡ്സ് ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് പ്രധാനമായും 3 തരം. നമുക്കറിയാം, നമ്മൾ പറയുന്ന കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും അതിൽ വരും. ഇപ്പൊ TV, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഡ്രസ് ഐറ്റംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, സാൻഡൽസ് അല്ലെ, പിന്നെ അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ്, ഇതെല്ലാം കൺസ്യൂമർ ഗുഡ്സ് ആണ്. അപ്പൊ അതിനെ തന്നെ നമുക്ക്
മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിയുന്ന കാര്യമാണ് ഡ്യൂറബിൾ, സെമി ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ. എന്താണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ഹാവിങ് എന്താണ് അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ മോർ ദാൻ 1 ഇയർ ലൈഫ് ടൈം. 1 ഇയർ, ഒരു വർഷമോ അതിൽ കൂടുതലും എന്താണ് വാറന്റി ഉള്ളത്, കൂടുതൽ കാലം നിലനിൽക്കുന്ന ഗുഡ്സിനെയാണ് നമുക്ക് എന്ത് പറയാം? ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയാം. എന്തൊക്കെയാണ് എക്സാമ്പിൾ? നമ്മുടെ ഇവിടെ തന്നെ ഇപ്പം എന്തൊക്കെയാണ്? ഫാൻ, അല്ലെങ്കിൽ എന്താണ് ബിൽഡിങ്സ് അല്ലേ? ബിൽഡിങ്സ് 1 ഇയർ ആണോ അതിൽ കൂടുതൽ വർഷങ്ങളോളം നിൽക്കും. TV, ഫ്രിഡ്ജ്, ഫോൺ, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും എന്താണ് കുറേ ചിലതൊക്കെ ലൈഫ് ടൈം എന്താണ് വാലിഡിറ്റി പറയുന്നത് കൊണ്ട് അല്ലേ, വാറന്റി ഉള്ളത് കൊണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ്. അപ്പോൾ അതെല്ലാം ഡ്യൂറബിളിൽ പോകും. ഇനി എന്താണ് സെമി ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെമി ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ഇയർ, 1 ഇയറിനകത്ത് അല്ലേ, ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തിനകത്തൊക്കെ നിൽക്കുന്ന സാധനങ്ങൾ. അതെന്തൊക്കെയാണ്? ഇപ്പോൾ ഡ്രസ് ഐറ്റംസ്, സാൻഡൽസ്, ചെരുപ്പൊക്കെ നമുക്ക് ഒരു വർഷവും നിൽക്കത്തില്ല. നമ്മൾ മിക്കവാറും അമ്മമാരൊക്കെ പറയാറില്ലേ, ഒരു വർഷത്തിന് എത്ര ചെരുപ്പാണ്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ എന്താണ്? സെമി ഡ്യൂറബിൾസ് ആണ്. ഇനി ലാസ്റ്റ് വൺ ഈസ് നോൺ ഡ്യൂറബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം ആയുസൊന്നുമില്ല, വളരെ കുറച്ച് ദിവസങ്ങളോ കുറച്ച് സമയങ്ങളോ മാത്രം എന്താണ് ടൈം പീരീഡ് ഉള്ളത്. അതെന്തൊക്കെയായിരിക്കാം? ഇപ്പോൾ വെജിറ്റബിൾസ്, മിൽക്ക് അല്ലെ, ഫ്രൂട്ട്സ്, അതൊക്കെ, പിന്നെ എന്താണ് മീറ്റ്, അപ്പൊ ഇറച്ചി, ഇത്തരം സാധനങ്ങളെല്ലാം നമുക്ക് എന്താണ് അധിക നാള് ഒരുപാട് മാസങ്ങളോളം വെച്ചേക്കാൻ പറ്റുമോ? ഇല്ല, വളരെ കുറച്ച് ആഴ്ചകളോളം, മാക്സിമം പോയ ആഴ്ചകൾ അത്രയേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അത്തരം ഗുഡ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ഡ്യൂറബിൾസ്. അപ്പൊ കൺസ്യൂമർ ഗുഡ്സിന്റെ കാറ്റഗറൈസേഷൻ ആണ് ഡ്യൂറബിൾ, സെമി ഡ്യൂറബിൾ, നോൺ ഡ്യൂറബിൾ. ഓക്കെ, അപ്പോൾ ഫൈനൽ ഗുഡ്സിന്റെ കാറ്റഗറൈസേഷൻ ആണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ആ കൺസ്യൂമർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിനെ എഗെയിൻ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് മൂന്നായിട്ട് അല്ലേ. അപ്പോൾ നോക്കുക, പ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ പർപ്പസിന് ഇൻവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഗുഡ്സിന്റെ ആ പർപ്പസ് അനുസരിച്ച് നമ്മൾ ഫൈനൽ ഗുഡ് എന്നും ഇന്റർമീഡിയറ്റ് ഗുഡ് എന്നും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഫൈനൽ ഗുഡ്സ് അഥവാ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കണക്കാണ് നമ്മളിപ്പോൾ നാഷണൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ബിക്കോസ് എന്താണ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഓൾറെഡി ഏതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം? ഒരു ഫൈനൽ ഗുഡിന്റെ പ്രൊഡക്ഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ 2 വട്ടം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും, അതിനെ കൂടെ കൺസിഡർ ചെയ്താൽ. സോ അതിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ ഗുഡിന്റെ ടൈമിൽ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിനകത്തുനിന്ന് ഒഴിവാക്കും അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നോക്കുക, ആ ഫൈനൽ ഗുഡിനെ നമ്മൾ എഗെയിൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും അല്ലെ. കൺസ്യൂമർ ഗുഡ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ റെഡി ടു യൂസ് ആണ്, നമ്മൾ ഡയറക്ട്ലി കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, വാട്ട് ഈസ് ക്യാപിറ്റൽ ഗുഡ്സ്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ്? പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് വെൽത്ത്. എന്താണ്? അതിൽ നിന്ന് വീണ്ടും നമുക്ക് സമ്പത്ത്, അല്ലെങ്കിൽ വീണ്ടും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പൊ നമുക്ക് എന്താണ്, ഒരു ബിൽഡിംഗ് ആവാം, ഒരു ഗോൾഡ് ആവാം, പിന്നെന്താണ് പിന്നെ എക്യുപ്മെന്റ്സ് ആവാം. ഇതൊക്കെ കൊണ്ട് ഫർദർ ആൻഡ് ഫർദർ നമുക്ക് ഏർണിങ്സ് കിട്ടുമെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഗോൾഡ് നമ്മൾ വാങ്ങിച്ചു അല്ലേ, ഫ്യൂച്ചറിൽ അത് നമ്മൾ വാങ്ങിച്ചതിനേക്കാൾ വിലയ്ക്ക് നമുക്ക് എന്താണ് അത് വിൽക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് എന്താണ്? ക്യാപിറ്റൽ. പിന്നെ എന്താണ് ഈ ഒരു ബോർഡ്, സാർ ഇതെന്താണ് ഈ വർഷം വാങ്ങി വെച്ചതായിരിക്കണമെന്നില്ല, ഒത്തിരി നാളുകളായി സാർ എന്താണ് വാങ്ങി വെച്ചിട്ടുള്ള ബോർഡായിരിക്കും. സാറിന് ഓരോ അക്കാഡമിക് ഇയറിലും ഇത് യൂസ്ഫുൾ ആണ് അല്ലേ. ഇവിടുത്തെ ബെഞ്ചും ഡെസ്കും ഒക്കെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ഇതെല്ലാം ഇവിടുത്തെ എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഇത് നമ്മുടെ മുന്നേ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഈ ബിൽഡിംഗ് ഇറ്റ് ഇസ് ഓൾസോ എ ക്യാപിറ്റൽ ഗുഡ് ആണോ? അപ്പൊ ഇതെല്ലാം ഇവിടുത്തെ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഇവിടുത്തെ ചോക്ക് ക്യാപിറ്റൽ ഗുഡ് അല്ലേ. ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഇതെല്ലാം ഇവിടുത്തെ ക്യാപിറ്റൽ ഗുഡ് ആണ്. അപ്പൊ എന്താണ് ക്യാപിറ്റൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? അതൊരു ഫൈനൽ ഗുഡാണ് അല്ലേ. ഈ ബോർഡ് ഒരു ഫൈനൽ ഗുഡാണ്, അതുപോലെ ഈ ചോക്കോ ഇവിടുത്തെ ഒരു ഫൈനൽ ഗുഡ് തന്നെയാണ്, ഈ ബിൽഡിങ്ങും ഫൈനൽ ഗുഡാണ് അല്ലേ. ഇതിന് രൂപമാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇന്റർമീഡിയറ്റ് ഗുഡുകൾക്ക് രൂപമാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ ഫൈനൽ ഗുഡിന്റെ പാർട്ടാണെന്ന് പറയുന്നത്. അപ്പം എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് ആർ ഓൾസോ ഫൈനൽ ഗുഡ്സ് which are not again and again involved in the production process, but they are used for the production of another goods. എന്താണ്, അതിന് രൂപമാറ്റമൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ അതെന്താണ് മറ്റ് സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ്, മറ്റ് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയിൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു? ഇത് ഉപയോഗിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അത്തരം ഫൈനൽ ഗുഡ്സിനെ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യാപിറ്റൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് which are എന്താണ് ഫൈനൽ ഗുഡ്സ് but which are not involved in the production process, പക്ഷേ ഇതിന്റെ അടുത്ത പ്രത്യേകത എന്താണ്? which are again and again used in the production of another goods.
ഫൈനൽ ഗുഡ്സ് ആണ്. പക്ഷെ എന്താണ്, പ്രൊഡക്ഷൻ വീണ്ടും അതിന് രൂപമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. ബോർഡ് ബോർഡായിട്ട് തന്നെ ഇരിക്കുന്നു, ചോക്ക് ചോക്കായിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ അതെന്താണ്, വീണ്ടും വീണ്ടും എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയയിൽ ഇത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. വേറെ ഈ ട്യൂഷൻ സെന്ററിലെ കാര്യം പോട്ടെ, വേറെ കാര്യം പറയും. റോഡ് ആര് നിർമ്മിക്കുന്നതാണ്? ഗവൺമെന്റ് ബിൽഡ് ചെയ്യുന്നതാണ് അല്ലേ. റോഡ് എന്താണ്, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഫിനിഷ് ആകുമ്പോഴേ അവിടെ കൂടെ എന്ത് പറ്റത്തുള്ളൂ, ട്രാൻസ്പോർട്ടേഷൻ പറ്റത്തുള്ളൂ. റോഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, ഒരു വെട്ടമാണോ അതിനകത്തൂടെ ആൾക്കാർ പോകുന്നത്? ഡെയിലി കൺസംഷൻ അല്ലേ ഇത്, റോഡ് കൺസ്യൂം ചെയ്യുമല്ലേ, ആണോ? അതെന്താണ്, ഒരു സർവീസ് ആണ്, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ പർപ്പസ് അനുസരിച്ചാണ് നമ്മൾ എന്താണ്, ക്യാപിറ്റൽ ഗുഡ് ആണോ കൺസംഷൻ ഗുഡ് ആണോ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ക്യാപിറ്റൽ ഗുഡിന്റെ പ്രത്യേകത എന്താണ്? ക്യാപിറ്റൽ ഗുഡിന്റെ പ്രത്യേകത? ഇറ്റ് ഇസ് എ ഫൈനൽ ഗുഡ് വിച്ച് ആർ എന്താണ്, നോട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്, ബട്ട് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ ഗുഡ്, ഫർദർ പ്രൊഡക്ഷൻ ഓഫ് അനദർ ഗുഡ്, വീണ്ടും മറ്റ് സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് പറയാം എന്താണ്, മെഷീൻസ്. ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന എക്സാമ്പിൾസ് മെഷീൻസ് ആണ്. മെഷീൻസ് എന്താണ്, ഫോട്ടോ കോപ്പി സെന്ററിൽ നമ്മൾ പോവാം. എന്താണ്, ആ ഫോട്ടോ കോപ്പി സെന്ററിൽ ഒരു മെഷീൻ മേടിച്ച് വെച്ചാൽ എഗെയിൻ ആൻഡ് എഗെയിൻ അതിനകത്ത് എന്താണ്, പ്രിന്റ് എടുത്തോണ്ടിരിക്കുവാണ്, കോപ്പി എടുത്തോണ്ടിരിക്കുവാണ് അല്ലേ. അത് മാറ്റുമോ? ഡെയിലി ഒരു കോപ്പി കഴിഞ്ഞ മെഷീൻ എടുത്ത് മാറ്റി അടുത്ത പുതിയ മെഷീൻ മേടിക്കുവാണോ? അല്ല. കമ്പ്യൂട്ടർ, നമ്മുടെ വീട്ടിലെ TV, റെഫ്രിജറേറ്റർ, ഇതെല്ലാം വീണ്ടും വീണ്ടും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലേ. അപ്പൊ ഇവയെല്ലാം നമുക്ക് എന്ത് പറയാം, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. അറിഞ്ഞൂടെ? അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് രൂപമാറ്റമൊന്നുമില്ല, ഫൈനൽ ഗുഡ്സ് ആണ്. പക്ഷെ മറ്റുള്ളവ ഉത്പാദിപ്പിക്കുന്നതിൽ ഇതെന്താണ്, വീണ്ടും വീണ്ടും ഇൻവോൾവ് ആവുന്നെങ്കിൽ അത്തരം ഗുഡ്സിന് നമുക്ക് എന്ത് പറയാം, ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പൊ ബിൽഡിങ്സ് അല്ലേ, ഈ ബിൽഡിംഗ്, ഇതുപോലുള്ള ബിൽഡിങ്സ് ഒക്കെ എന്താണ്, നമ്മുടെ സ്കൂള് എത്രയോ വർഷങ്ങളാണ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പഠിച്ച സ്കൂളിൽ തന്നെ ആയിരിക്കും നമ്മളും പഠിക്കുന്നത് അല്ലേ. ബിൽഡിങ്ങിൽ ചെറിയ എന്താണ്, അറ്റകുറ്റപ്പണികളൊക്കെ വരുത്തുന്നുണ്ടാവും, അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ബസ് ചിലപ്പോൾ വളരെ വർഷങ്ങളായി നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പോകുന്നത് ആ ബസ്സിൽ തന്നെ ആയിരിക്കും. ബസ്സിന് ചിലപ്പോൾ കാലം കഴിഞ്ഞപ്പോൾ കുറച്ച് രൂപമാറ്റമൊക്കെ വന്നു കാണും അല്ലെ, ഇടയ്ക്ക് വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടാവും, എന്നാലും ആ ബസ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ വീണ്ടും വീണ്ടും എന്താണ്, ഉത്പാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന സാധനങ്ങളെ നമുക്ക് എന്ത് പറയാം, മറ്റ് സാധനങ്ങളുടെ നിർമ്മാണത്തിന് പങ്കാളികളാവുന്ന ഗുഡ്സിനെ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. ഓക്കെ. അങ്ങനെ ഇപ്പൊ ഒരു മനുഷ്യനാണെങ്കിലും കൂടുതൽ നാള് ജോലി ചെയ്യുമ്പോൾ ഫിസിക്കലി അയാൾ എന്താവും, ടയേർഡ് ആവും. അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് മെഷീൻസും ടൂൾസും അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു കാർ അല്ലെങ്കിൽ എന്താണ്, അതുപോലത്തെ സംതിങ് റിലേറ്റഡ് ദാറ്റ്, അപ്പോൾ അങ്ങനെയുള്ള എന്തും ബിൽഡിംഗ് ആയിക്കോട്ടെ, നമ്മൾ വർഷങ്ങളോളം അതിങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും, അതിന് ചെറിയ കേടുപാടുകൾ, പൊട്ടലോ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട് അല്ലേ. വണ്ടിയാണെങ്കിലും എന്താണ്, കംപ്ലൈന്റ് ആവും, റോഡാണെങ്കിലും പ്രശ്നം വരും, പാലങ്ങളാണെങ്കിലും അതിനെല്ലാം എന്താണ്, കേടുപാട്. മനുഷ്യനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മെഡിസിൻസ് ഒക്കെ കഴിച്ച് അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്യാൻ നോക്കാറുണ്ട്. അതുപോലെ ഇങ്ങനെ എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സിനും എന്ത് വരാറുണ്ട്, കേടുപാടുകൾ വരാറുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുമെന്ന് അറിയാമോ, തേയ്മാനം. ഇപ്പൊ കറക്റ്റ് നമ്മുടെ കാറിന്റെ ടയർ കുറെ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, തേഞ്ഞു പോയിട്ട് നമ്മൾ പുതിയത് മാറാറുണ്ട് അല്ലേ, മാറി പുതിയത് എടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് അതെല്ലാം എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അപ്പൊ ആ ക്യാപിറ്റൽ ഗുഡ്സിന് വരുന്ന എന്താണ്, അതിന്റെ മൂല്യത്തിൽ വരുന്ന കുറവിനെ കണ്ടിന്യൂസ് ആൻഡ് പ്രൊലോങ്ഡ് യൂസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ലീഡ്സ് ടു എന്താണ്, wear and tear, അതിന് തേയ്മാനം സംഭവിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് ഡിപ്രീസിയേഷൻ. എന്ത് പറയും, ക്യാപിറ്റൽ ഗുഡ്സിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന അല്ലെ കണ്ടിന്യൂസ് ആൻഡ് പ്രൊലോങ്ഡ് യൂസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ലീഡ്സ് ടു ഡിപ്രീസിയേഷൻ. ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, ഈ ബോർഡ് തന്നെ നമ്മൾ കുറെ നാൾ ഉപയോഗിക്കുന്നു, അപ്പൊ അതിനെന്താണ് ചിലപ്പോൾ കേടുപാടുകൾ വരാം. ബെഞ്ചും ഡെസ്കും അല്ലെ നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു, കേടുപാട് വന്നൂടെ. ഇപ്പൊ നമ്മൾ സാർ എന്ത് ചെയ്യാറുണ്ട്, അതിനെയൊക്കെ മോഡിഫൈ ചെയ്ത് മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അത് ആരാണ് ഓർഗനൈസർ, അവർക്ക് എന്ത് വരും, ചെലവ് വരും. ഇപ്പൊ ചെലവ് ആര് ബിയർ ചെയ്യണം, ഓർഗനൈസർ. ഇപ്പൊ റോഡാണെങ്കിൽ ഗവൺമെന്റ് ആ ചെലവ് വഹിക്കണം. ഒരാൾ എന്താണ്, ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണെങ്കിൽ അതിന്റെ എന്താണോ അതിന്റെ ചെലവ് അയാൾ വഹിക്കണം അല്ലേ. അപ്പൊ എന്തായാലും ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ച് വരുമ്പോൾ അതിനുണ്ടാകുന്ന എന്താണ്, തേയ്മാന ചെലവിനെ നമ്മൾ എന്ത് പറയുന്നു, ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ മീൻസ് എന്താണ്, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് wear and tear. എന്താണ്, കണ്ടിന്യൂസ് ആൻഡ് പ്രൊലോങ്ഡ് യൂസ് ഓഫ് എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് ലീഡ്സ് ടു wear and tear, തേയ്മാന ചെലവ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിപ്രീസിയേഷൻ മീൻസ് സിംപ്ലി നമുക്ക് ഒറ്റ ഒരു വേർഡിൽ ഒരു ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, wear and tear. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് wear and tear. പിന്നെ സാധനങ്ങൾ എന്താണ്, കണ്ടിന്യൂസ് ഒരു ഉത്പാദന പ്രക്രിയയിൽ ഉപയോഗിച്ച് വരുമ്പോൾ അതിനുണ്ടാകുന്ന തേയ്മാന ചെലവിനെ നമ്മൾ എന്താ പറയുന്നത്, ഡിപ്രീസിയേഷൻ അഥവാ
എന്ത് പറയുന്നറിയാമോ? ക്യാപിറ്റലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മൂലധനം നമ്മൾ കൺസ്യൂം ചെയ്യുവാണ് അല്ലേ. നമ്മൾ ഗോൾഡ് ആണെങ്കിലും കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ വാങ്ങിയ എമൗണ്ട് ആയിരിക്കത്തില്ല കൊണ്ടുപോയി ഷോപ്പിൽ തിരിച്ചു കൊടുക്കും അല്ലേ. അവിടെ എല്ലാം മെൽറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ അവർ വാങ്ങാറില്ലേ, മെൽറ്റിംഗ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് തേയ്മാന ചെലവ് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് സാധനം ഉപയോഗിക്കുമ്പോൾ, കൺസംഷൻ മീൻസ് ഉപഭോഗം, അപ്പോഴുണ്ടാകുന്ന ചെലവായതിനാൽ ഡിപ്രീസിയേഷൻ നമ്മൾ വേറൊരു പേരൂടെ പറയുന്നുണ്ട്, ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. എന്ത് പറയും? ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അഥവാ ഡിപ്രീസിയേഷൻ. ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അഥവാ ഡിപ്രീസിയേഷൻ എന്തിനുണ്ടാകുന്നതാണ്? ക്യാപിറ്റൽ ഗുഡ്സിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസേജ് കാരണം അതിനുണ്ടാകുന്ന നഷ്ടത്തെ, തേയ്മാനത്തെ നമ്മൾ എന്ത് പറയുന്നു? ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അഥവാ ഡിപ്രീസിയേഷൻ അല്ലേ. അപ്പൊ അവിടെ ആ ക്യാഷ് മുടക്കി അതിനെ പരിഹരിക്കേണ്ട ചുമതല ആർക്കാണ്? അതിന്റെ ഓണർ ആരാണോ അവർക്കായിരിക്കും. അപ്പൊ നോക്കുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രൊഡക്ഷന്റെ പർപ്പസിലെ ഗുഡ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്റ് ഗുഡ്സും. ഇനി ഫൈനൽ ഗുഡ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്? ഡ്യൂറബിൾ, സെമി ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ. എക്സാമ്പിൾസ് അറിയാലോ, 1 ഇയർ വാറന്റി, 1 ഇയറിൽ മോർ ലൈഫ് ടൈം ഉള്ളത്, 1 ഇയറും അതിനേക്കാൾ കൂടുതൽ ലൈഫ് ടൈം ഉള്ളത് ഡ്യൂറബിൾ, 1 ഇയറിൽ കുറവ് ലൈഫ് ടൈം ഉള്ളത് ഏതാ? സെമി ഡ്യൂറബിൾ. ഞാൻ കുറച്ച് ഫ്യൂ ഡേയ്സോ ഫ്യൂ വീക്സോ മാത്രം ലൈഫ് ടൈം ഉള്ളത് നോൺ ഡ്യൂറബിൾ. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ ഗുഡ്സ് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും എന്താണ്? വിച്ച് ആർ നോട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. അതായത് ഇതിന് രൂപമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല, ഫൈനൽ ഗുഡ്സ് തന്നെയാണ്. പക്ഷെ അതെന്താണ്? വിച്ച് ആർ എന്താണ്? Again and again involved in the production of further and further, means again and again involved in the production of another goods. മറ്റ് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയിൽ ഇത് ഏർപ്പെടുന്നുണ്ട്. അതിനാൽ എന്താണ്? ഇവയ്ക്ക് കണ്ടിന്യൂസ് ആൻഡ് പ്രൊലോങ്ഡ് യൂസ് ഓഫ് ദിസ് ലീഡ്സ് ടു ലോസ് ഓഫ് ഇറ്റ്സ് വാല്യൂ, ദാറ്റ് ഈസ് വിയർ ആൻഡ് ടിയർ, ദാറ്റ് ഈസ് നോൺ ആസ് ഡിപ്രീസിയേഷൻ ഓർ ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഈസി അല്ലേ? ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് അതായത് അങ്ങോട്ട് പഠിക്കുമ്പോൾ നാഷണൽ കാൽക്കുലേഷൻ പഠിക്കുമ്പോൾ ആ ഗുഡ്സിന്റെ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ്, ഏതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഗുഡ്സ് ചെയ്താണ്. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്സ് ഓഫ് ഗുഡ്സ് പഠിച്ചപ്പോൾ നമ്മൾ ഫൈനൽ ഗുഡ്സിനകത്ത് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സും വരുന്നുണ്ട്, കൺസ്യൂമർ ഗുഡ്സും വരുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് ഇതിനകത്ത് വരും, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എല്ലാം. സോ അതുകൊണ്ട് അതിന്റെ വാല്യൂ നമ്മൾ ഇതിന് ഈ ഫൈനൽ ഗുഡിനകത്ത് നിന്ന് ഒഴിവാക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ?